നമസ്കാരം. നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് മൊണോപ്പൊളിയെ കുറിച്ചായിരുന്നു അല്ലേ? ഇതിന് മുന്നത്തെ ചാപ്റ്റർ നമ്മൾ മൊണോപ്പൊളിയെ കുറിച്ചും അതിൻ്റെ ചില ഫീച്ചേഴ്സ്, അതിൻ്റെ എങ്ങനെയാണ് ആ ഒരു മാർക്കറ്റ് ലെവല് അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകതകൾ, കാര്യങ്ങളെ കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി അടുത്തൊരു ഭാഗം എന്ന് പറയുന്നത് അതിൻ്റെ ബാക്കിയായിട്ട് വരുന്ന അല്ലെങ്കിൽ ആ ഒരു ലെവൽ ഓഫ് മാർക്കറ്റിന്റെ അടുത്തൊരു പാർട്ട് എന്ന് പറയുന്നത് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ ആണ്. അതായത് നമ്മൾ പെർഫെക്റ്റ് ആൻഡ് ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിനെ കുറിച്ച് പറഞ്ഞായിരുന്നു മാർക്കറ്റ് ലെവലിൽ പറഞ്ഞപ്പോൾ. അപ്പോൾ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ലെവൽ ഓഫ് മാർക്കറ്റ് ആയിരുന്നു ഇത് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. അതിൽ തന്നെ നമ്മൾ മൊണോപ്പൊളിയെ കുറിച്ച് പറഞ്ഞിരുന്നു. മൊണോപ്പൊളി എന്തായിരുന്നു? കുത്തകയായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അതായത് സിംഗിൾ സെല്ലർ മാത്രമുള്ള ഒരൊറ്റ സിംഗിൾ സെല്ലർ മാത്രമുള്ള ഒരു മാർക്കറ്റ്, അതിൻ്റെ എല്ലാ കൺട്രോളും എന്ന് പറയുന്നത് ആ ഒരൊറ്റ സിംഗിൾ സെല്ലറിനായിരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ കുറേ പ്രത്യേകതകളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി അടുത്തൊരു ഭാഗമാണ് മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇതിൽ തന്നെ, ഈ ഒരു വേർഡിൽ തന്നെ നമുക്കറിയാം മൊണോപ്പൊളിയും ഉണ്ട്, അതിൽ കോമ്പറ്റീഷനും ഉണ്ട്. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇതൊരു മൊണോപ്പൊളിയുടെയും കോമ്പറ്റീഷൻ്റെയും അല്ലെങ്കിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെയും ഒരു മിക്സ്ചർ ആണ് എന്ത് മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ രണ്ട് കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്ത് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതായത് മൊണോപ്പൊളിയും ഉണ്ട്, പെർഫെക്റ്റ് കോമ്പറ്റീഷനും ഉണ്ട്. നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷനും പറഞ്ഞതാണ്, മൊണോപ്പൊളിയും പറഞ്ഞതാണ്. മൊണോപ്പൊളി എന്ന് പറഞ്ഞാൽ സിംഗിൾ സെല്ലർ മാത്രമാണുള്ളത്, ഒരുപാട് ബയ്യേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ അത് ആ ഒരു സർവീസ് യൂസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ എങ്ങനെയായിരുന്നു? അവിടെ ആർക്ക് വേണമെങ്കിലും എൻട്രി ചെയ്യാം, എന്ത് വേണമെങ്കിലും അവിടെ സ്റ്റാർട്ട് ചെയ്യാനോ തുടങ്ങാനോ പ്രൊഡ്യൂസ് ചെയ്യാനോ ഒരുപാട് സെല്ലേഴ്സ് ഉണ്ട്. അതായിരുന്നു അതിൻ്റെ പ്രത്യേകത അല്ലേ? ഒരുപാട് സെല്ലേഴ്സ് ഉണ്ടായിരുന്നു, എന്നാൽ ഒരുപാട് ബയ്യേഴ്സും ഉണ്ട്. അതിനനുസരിച്ചുള്ള ബയ്യേഴ്സും ഉണ്ട്. ഹോമോജീനിയസ് പ്രൊഡക്ട്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും എൻട്രി ചെയ്യാം എന്നുള്ളൊരു സാധ്യത അവിടെ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ എപ്പോഴും ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കും. അതായത് അതിന് മുന്നേ അവിടെ നിലനിൽക്കുന്ന മാർക്കറ്റ് ലെവലിൽ നിലനിൽക്കുന്ന അതേ പ്രൊഡക്ട്സ് വിൽക്കുന്ന മറ്റുള്ള ആളുകൾ എപ്പോഴും പുതുതായിട്ട് കയറി വരുന്ന ആളുകളുമായിട്ട് മത്സരിച്ചു കൊണ്ടിരിക്കും. അതായത് ഓരോരുത്തരും അവരുടെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ലോസ് സംഭവിക്കാതെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ പ്രൊഡ്യൂസേഴ്സും എപ്പോഴും കോമ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അവർ ടഫ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ മൊണോപ്പൊളിയുടെ കാര്യത്തിൽ അത് സാധിക്കില്ല, കാരണം അവിടെ ബാരിയേഴ്സ് ടു എൻട്രി ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ അതിൻ്റെ പ്രൈസും കാര്യങ്ങളും എല്ലാം ഡിറ്റർമൈൻ ചെയ്യുന്നത്, ആ ഒരു ഡിസിഷൻസ് മേക്ക് ചെയ്യുന്നത് പ്രൈസ് മേക്കർ എന്ന് പറയുന്നത് ആ ഒരു ഒറ്റ സെല്ലർ തന്നെയാണ്. അതിൽ മാറ്റങ്ങൾ വരുത്താനൊന്നും പറ്റില്ല, ആർക്കും കയറി ചെല്ലാനും പറ്റില്ല എന്നുള്ള കാര്യങ്ങളായിരുന്നു മൊണോപ്പൊളിയിൽ പറഞ്ഞത്. ഇനി അത് രണ്ടും കൂടി വരുമ്പോൾ എങ്ങനെയാണ് വരുന്നത് എന്നാണ് ഈ ഒരു മാർക്കറ്റിൽ നമ്മൾ പറയുന്നത്, മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിൽ പറയുന്നത്. അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? മെയിൻ ഫീച്ചേഴ്സ് ആണ് എഴുതി വെച്ചിരിക്കുന്നത്. മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ് ആൻഡ് ബയ്യേഴ്സ്. അതായത് ധാരാളം ആളുകൾ, സെല്ലേഴ്സും ഉണ്ടായിരിക്കും ബയ്യേഴ്സും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രത്യേകതയായിട്ട് പറയുന്നത്. അതായത് നമ്മൾ എന്താണ്, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സോപ്പിൻ്റെ കുളിക്കുന്ന സോപ്പ് എടുക്കുകയാണെങ്കിൽ എന്താണ്, ഒരുപാട് ടൈപ്പ് ഓഫ് സോപ്സ് ഉണ്ട് അല്ലേ? ഒരുപാട് കമ്പനിയുടെ ഒരുപാട് ടൈപ്പിലുള്ള സോപ്പുകളുണ്ട്. അതിൽ എന്തൊക്കെ കാര്യങ്ങളിലാണ് അത് വ്യത്യാസം വന്നിരിക്കുന്നത്? അതിൻ്റെ ഓരോന്നിൻ്റെയും നിറത്തിൻ്റെ കാര്യത്തിലായിരിക്കാം, മണത്തിൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ, പേര്, അതിൻ്റെ ഓരോരോ കാര്യത്തിൽ വ്യത്യസ്തതകൾ ഉണ്ട് ആ ഒരു പ്രൊഡക്റ്റിന് അല്ലേ? എന്നാൽ അത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഒരൊറ്റ യൂസേ ഉള്ളൂ. അതിന് അടിസ്ഥാനപരമായിട്ട് നോക്കിയാൽ അതിനൊരൊറ്റ യൂസേ ഉള്ളൂ. കുളിക്കുന്ന സോപ്പ് കുളിക്കുക എന്നുള്ള ആ ഒരു ഒറ്റ യൂസിന് വേണ്ടിയിട്ട് മാത്രമാണ്, അത് ആ ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ആ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത്. എന്നാൽ അതിന് ഒരുപാട് വ്യത്യസ്തതകളുണ്ട്. അതിൻ്റെ പല രീതിയിലാണ് പക്ഷെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നത്. അതതിൻ്റെ സ്ട്രക്ചറിലായിക്കോട്ടെ, നിറത്തിലായിക്കോട്ടെ, മണത്തിലായിക്കോട്ടെ എന്ന് തുടങ്ങി ഒരുപാട് ടൈപ്പ് സോപ്പുകൾ ഈ ഒരു സെയിം യൂസിന് നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് ഒരു മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രൊഡക്റ്റ്, ഓരോ പ്രൊഡക്റ്റുകൾ ഇറക്കുന്നത് ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം. ഇപ്പോൾ ഷാംപൂസിൻ്റെ ആയാലും സോപ്സിൻ്റെ ആയാലും കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഓരോരോ കമ്പനീസാണ് ഇത് ഇറക്കുന്നത് അല്ലേ? അപ്പോൾ ഓരോരോ കമ്പനീസിന് അവരുടേതായിട്ടുള്ള ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഉണ്ടാവും. അവർ തന്നെ ഇറക്കുന്ന അവരുടെ പേരിൽ, അല്ലെങ്കിൽ അവരുടെ ഒരു അവർ കൊടുക്കുന്ന ഒരു പ്രൈസിൽ, അല്ലെങ്കിൽ കൊടുക്കുന്ന ഒരു ഷേപ്പിലാവട്ടെ, കളറിലാവട്ടെ, അഡ്വർടൈസ്മെന്റിന്റെ കാര്യത്തിലാവട്ടെ,
ഒക്കെ അവർ കൊടുക്കുന്ന ഒരു രീതിയിൽ അത് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. അപ്പോൾ അവരുടെ ഒരു കയ്യിൽ ഒതുങ്ങുന്ന കൺട്രോൾ ചെയ്യുന്ന ഒരു കാര്യമാണ് അത് ആ ഒരു പ്രൊഡക്റ്റിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു മൊണോപ്പൊളിയിലാണ് നിൽക്കുന്നത്. പക്ഷേങ്കിൽ അതേ സെയിം പ്രൊഡക്റ്റ് വിൽക്കുന്ന വേറെയും കമ്പനീസ് ഉണ്ട് അല്ലേ? അതാണ് ഒരുപാട് കമ്പനീസ് വരുന്നത്. അതേ സെയിം പ്രൊഡക്ട്സ് പല രീതിയിൽ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നു. അതായത് പല കമ്പനീസ് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഓരോരോ മോണോപ്പൊളീസ് ആണ് അവിടെ ഉള്ളത് അല്ലേ? അപ്പോൾ ഓരോരോ മോണോപ്പൊളീസ് അവിടെ ഉണ്ട്, ചെറിയ ചെറിയ ഓരോരോ മോണോപ്പൊളീസും അതിൽ തന്നെ. അപ്പോൾ പല പല കമ്പനീസ് വരുമ്പോൾ അവിടെ എന്താണ് ഉണ്ടാവുന്നത്? അപ്പോൾ അവിടെ ആ ഒരു മോണോപ്പൊളിയിൽ തന്നെ കോമ്പറ്റീഷൻസ് ഉണ്ടാവുന്നു. മറ്റുള്ളവർക്കും ആ ഒരു മേഖലയിൽ അത്തരം പ്രൊഡക്ട്സുകൾ വിൽക്കുന്ന ആ ഒരു മേഖലയിൽ ഒരുപാട് കോമ്പറ്റീഷൻസ് ഉണ്ടാവും. കാരണം ഈ ഒരു പ്രൊഡക്ഷൻ ആർക്ക് വേണമെങ്കിലും നടത്താം. ഇത്തരത്തിലുള്ളൊരു മോണോപ്പൊളി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ആർക്ക് വേണമെങ്കിലും ആ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അത് അവരുടേത് തന്നെയായിട്ട് എടുത്തുകൊണ്ട് നിലനിർത്താനായിട്ടുള്ള റൈറ്റ് അവർക്കുണ്ട്. അത് വേറെ ആർക്കും കൊടുക്കാനോ കൊണ്ടുപോകാനോ സാധിക്കില്ല. എന്നാലും അതേപോലെയുള്ള പ്രൊഡക്ട്സ് വേറൊരു കമ്പനിക്കാർക്ക് വേറെ തരത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ ഒരുപാട് കമ്പനീസ് അവിടെ വരുന്നു. അപ്പോൾ വ്യത്യസ്തതകൾ കൊണ്ടുവരുന്നു. അപ്പോൾ അവിടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവുന്നു. അപ്പോൾ അവിടെ മൊണോപ്പൊളിയും ഉണ്ട്, കോമ്പറ്റീഷനും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ഇൻക്ലൂഡ് ചെയ്ത് വരുന്ന ഒരു മാർക്കറ്റാണ് ഈ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് സെല്ലേഴ്സ് ഉണ്ടെന്ന് നമുക്ക് പറയാം. ഒരേ പ്രൊഡക്ട്സ് വിൽക്കുന്ന ഒരുപാട് സെല്ലേഴ്സും ഉണ്ട്, അതിനനുസരിച്ച് ബയ്യേഴ്സും ഉണ്ട്. അപ്പോൾ ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ് ആൻഡ് ബയ്യേഴ്സ് ഉണ്ട്. ഇതാണ് ഒന്നാമത്തെ പ്രത്യേകത. ഇനി രണ്ടാമത്തെ സെല്ലർ കോസ്റ്റ്. സെല്ലറിന് ഒരു നിശ്ചിത കോസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ കോസ്റ്റ് എപ്പോഴും കുറഞ്ഞിരിക്കണം. കോസ്റ്റിനേക്കാളും എന്താണ് പ്രൈസ് കൂടുതൽ കിട്ടിക്കൊണ്ട് അല്ലെങ്കിൽ പ്രൈസ് കൂടുതൽ കൊടുത്തുകൊണ്ട് പ്രോഫിറ്റ് കൂടുതൽ കിട്ടുക എന്നുള്ളത് അല്ലെങ്കിൽ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണല്ലോ ഓരോ പ്രൊഡ്യൂസറുടെയും ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പം കോസ്റ്റിനനുസരിച്ചാണ് ആ ഒരു പ്രോഫിറ്റ് വരുന്നത്. കോസ്റ്റ് കൂടുതലാണ് എങ്കിൽ പ്രൈസ് അതിനനുസരിച്ച് ഇൻക്രീസ് ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാൻ നോക്കും. ഇല്ല എങ്കിൽ കോസ്റ്റാണ് കൂടുതൽ നിൽക്കുന്നതെങ്കിൽ പ്രോഫിറ്റ് അവിടെ ലോസ് ആയി പോകും. അപ്പോൾ അവിടെ ഒരു സെല്ലർ കോസ്റ്റ് എപ്പോഴും ഉണ്ട്. പിന്നെ പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ, അതാണ് നമ്മൾ പറഞ്ഞത്. പ്രൊഡക്റ്റിന്റെ എന്താണ് ഇപ്പോൾ ഷാംപൂസിന്റെ കാര്യത്തിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ പല കളറിൽ അല്ലെങ്കിൽ പല ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തുകൊണ്ട് അതിന്റെ സൈസിലാവട്ടെ, ലോഗോയുടെ കാര്യത്തിലാവട്ടെ, പേരിന്റെ കാര്യത്തിലാവട്ടെ, അഡ്വർടൈസ്മെന്റിന്റെ കാര്യത്തിലാവട്ടെ, പല പല തരത്തിലുള്ള വ്യത്യസ്തതകൾ കൊണ്ടുവന്നുകൊണ്ട് എന്നാൽ ഒരേ തരത്തിലുള്ള ഉപയോഗത്തിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് ഇതെല്ലാം. അപ്പം അത്തരത്തിൽ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. അതാണ് ഈ പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരുപാട് പ്രൊഡക്ട്സ് അതേപോലെ തന്നെ വരുന്ന ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. ഫ്രീ ഓഫ് എൻട്രി ആൻഡ് എക്സിസ്റ്റ്. ഈ ഒരു മാർക്കറ്റ് ലെവലിൽ എല്ലാവർക്കും പ്രവേശിക്കാനും പുറത്തു പോകാനും ഒക്കെ സാധിക്കും. അതായത് ആർക്ക് വേണമെങ്കിലും ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അവരുടേത് മാത്രമായിട്ട് ഒരു കമ്പനി അല്ലെങ്കിൽ അവരുടേത് മാത്രമായിട്ടുള്ള ഒരു കുത്തകയായിട്ട് നിലനിർത്തിക്കൊണ്ട് അവരുടേത് മാത്രമായിട്ടുള്ള പ്രൊഡക്ട്സ്, പലതരത്തിലുള്ള പ്രൊഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടും സാധിക്കും. അവിടെ ഫ്രീ എൻട്രി ആണ്. എല്ലാവർക്കും ആർക്കും വേണമെങ്കിലും ഈ ഒരു മേഖലയിൽ പ്രവേശിക്കാവുന്നതാണ്. ഇതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. അതുകൊണ്ടാണ് അവിടെ ഒരു കോമ്പറ്റീഷൻ വരുന്നത്. അതുകൊണ്ടാണ് അവിടെ ഒരുപാട് സെല്ലേഴ്സ് വരുന്നത്. അതുകൊണ്ടാണ് ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ടാകുന്നത്. പിന്നെ ഫ്ലാറ്റഡ് ഡിമാൻഡ് കർവ് ദാൻ മൊണോപ്പൊളി. നമ്മൾ മൊണോപ്പൊളിയിൽ പറഞ്ഞിരുന്നു. മൊണോപ്പൊളിയിലെ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് കുറച്ചുകൂടി കുഴിഞ്ഞ ഒരു കുത്തനെ നിൽക്കുന്ന ഡിമാൻഡ് കർവ് ആയിരുന്നു. എന്നാൽ ഈ ഒരു ഡിമാൻഡ് കർവിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ഫ്ലാറ്റഡ് ആണ് എന്നാണ് പറയുന്നത്. കുറച്ചുകൂടി ഫ്ലാറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ഡിമാൻഡ് കർവാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ഒരുപാട് സെല്ലേഴ്സ് വരുന്നുണ്ട്, പിന്നെ സെല്ലർ കോസ്റ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ് ആൻഡ് ബയ്യേഴ്സ് വരുന്നുണ്ട്. അതുകൊണ്ട് ഫ്ലാറ്റഡ് ആയിട്ടുള്ള ഡിമാൻഡ് കർവാണ് ഇവിടെ കാണുന്നത്. ഇനി നമുക്കതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നോക്കാം. ഇത് നോർമൽ പ്രോഫിറ്റ് അറ്റൈൻ ചെയ്യുന്ന ഗ്രാഫാണ്. നോർമൽ പ്രോഫിറ്റ് അറ്റൈൻ ചെയ്യുന്ന ഗ്രാഫിൽ MC കർവ് AC കർവിനെ താഴേന്ന് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഒരു നോർമൽ പ്രോഫിറ്റ് അറ്റൈൻ ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗ്രാഫ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നമുക്ക് നോക്കാം. ഇത് ഷോർട്ട് റൺ ഇക്വിലിബ്രിയം കാണിക്കുന്ന ഗ്രാഫാണ്.
ഇതിൽ എന്തൊക്കെയാണുള്ളത്? MR ഉണ്ട്. X ആക്സിസിൽ ഔട്ട്പുട്ടും Y ആക്സിസിൽ AC, MC, AR, MR കർവുമാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഔട്ട്പുട്ട്, കോസ്റ്റ്, പ്രൈസ് ഡിറ്റർമിനേഷൻ ഒക്കെ എങ്ങനെയാണ് ഗ്രാഫിൽ വരുന്നത് നോക്കാം. അപ്പോൾ അതിന്റെ കോസ്റ്റിനനുസരിച്ച് എങ്ങനെയാണ് കോസ്റ്റ് നിൽക്കുന്നത്, അല്ലെങ്കിൽ പ്രൈസ് വരുന്നത്, കോസ്റ്റ് ആണോ കൂടുതൽ, പ്രൈസ് ആണോ കൂടുതൽ, അല്ലെങ്കിൽ പ്രൈസ് ഡിറ്റർമിനേഷൻ എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ നമുക്ക് ഈ ഒരു MC ആൻഡ് AC കർവ്സിലൂടെ റിപ്രസെന്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്? X ആക്സിസിൽ ഔട്ട്പുട്ട് കൊടുത്തിരിക്കുന്നു. ഇനി MR കർവ് ഉണ്ട്. നമ്മൾ പറഞ്ഞിരുന്നു AR കർവ് എന്ന് പറയുന്നത്, AR കർവ് ഈസ് ഈക്വൽ ടു ഡിമാൻഡ് കർവ്. ഡിമാൻഡ് കർവിന് ഈക്വൽ ആണ് AR കർവ് എന്ന് പറയുന്നത്. AR കർവ് മൊണോപ്പൊളി കർവിനേക്കാളും, അല്ലെങ്കിൽ മൊണോപ്പൊളിയുടെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിലേക്ക് വരുമ്പോൾ AR കർവ് അല്ലെങ്കിൽ ഡിമാൻഡ് കർവ് കുറച്ചുകൂടി ഫ്ലാറ്റ് ആണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. കാരണം ഒരുപാട് സെല്ലേഴ്സും ബയേഴ്സും ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ MC കർവും അല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റ് കർവും ആവറേജ് കോസ്റ്റ് കർവും ഒക്കെ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതാണ് AC കർവ്. AC കർവ് AR കർവിൻ്റെ MR കർവിൻ്റെ ഇടയിലായിട്ടാണ് വരുന്നത്. ഈ ഒരു സ്റ്റേജിലാണ് AC കർവ് അല്ലെങ്കിൽ ആവറേജ് കോസ്റ്റ് കർവ് വരുന്നത്. ഇനി MC കർവ് എങ്ങനെയാണ് കട്ട് ചെയ്ത് വരുന്നതെന്ന് നോക്കാം. MC കർവ് എപ്പോഴും താഴെ നിന്ന് മുകളിലേക്ക്, MC കർവ് MR കർവിനെ താഴെ നിന്ന് മുകളിലേക്ക് കട്ട് ചെയ്ത് പോകുമ്പോഴാണ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് അറ്റൈൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ലെവലിലാണ് ഷോർട്ട് റണ്ണിൽ, അതായത് ഷോർട്ട് റണ്ണിൽ മാക്സിമം പ്രോഫിറ്റ് അറ്റൈൻ ചെയ്യണമെങ്കിൽ ആ ഒരു ലെവലാണ് അറ്റൈൻ ചെയ്യേണ്ടത്. MR കർവ് അല്ലെങ്കിൽ MR കർവിനെ MC കർവ് താഴെ നിന്നും കട്ട് ചെയ്ത് ഇക്വിലിബ്രിയത്തിൽ എത്തുമ്പോഴാണ്, അല്ലെങ്കിൽ ആ ഒരു ഇക്വിലിബ്രിയം പോയിന്റിലാണ് ഏറ്റവും കൂടുതൽ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് അറ്റൈൻ ചെയ്യുന്നത്. കണ്ടോ? ഈ ഒരു പോയിന്റ് ആണ് ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. ഇതാണ് ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. അതായത് MC കർവ് MR കർവിനെ ഈ ഒരു പോയിന്റിൽ വെച്ച് കട്ട് ചെയ്ത് വെക്കുന്നു. ഇവിടെ വെച്ചിട്ടാണ് ഒരു മാക്സിമം പ്രോഫിറ്റ് അറ്റൈൻ ചെയ്യുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ പ്രൈസ് ഡിറ്റർമിനേഷൻ എങ്ങനെയാണ് വരുന്നതെന്ന്, എങ്ങനെയാണ് പ്രൈസിനനുസരിച്ച് കോസ്റ്റ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. കണ്ടോ? ഈ ഒരു പോയിന്റിലാണ് ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടെ MC കർവ് MR കർവിനെ ഈ ഒരു പോയിന്റിൽ വെച്ച് കട്ട് ചെയ്യുന്നു. നമ്മൾ പ്രൈസ് ഇവിടെ തൊട്ട് ഇവിടെ വരെ OP എന്ന പ്രൈസ് ഇവിടെ കൊടുത്തു. ഇവിടെ വരെയാണ് പ്രൈസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഇത്രയും വരും. അപ്പോൾ പ്രൈസ് ഇവിടെ വരെ കൊടുത്തപ്പോൾ, OP പ്രൈസ് കൊടുത്തപ്പോൾ OPBQ ഇത്രയും ഭാഗം എന്ന് പറയുന്നത് ആദ്യത്തെ കോസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഏതായിരുന്നു? ആവറേജ് റവന്യൂ കർവിന്റെ പോയിന്റിലായിരുന്നു ആദ്യത്തെ പ്രൈസ് ഫിക്സ് ചെയ്തിരുന്നത്. അതായത് ആദ്യത്തെ പ്രൈസ് ഫിക്സ് ചെയ്തിരുന്നത്. പിന്നീട് കോസ്റ്റിനനുസരിച്ച് പ്രൈസ് എന്ന് പറയുന്നത് ഈ ഒരു ലെവലിലേക്ക് വന്നപ്പോൾ OC പ്രൈസിൽ OCAQ എന്ന് പറയുന്ന ഇത്രയും കോസ്റ്റ്, OC പ്രൈസിൽ ഇതായിരുന്നു അതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. OCAQ എന്ന് പറയുന്ന പാർട്ടായിരുന്നു രണ്ടാമത്തെ പൊസിഷനിലെ പ്രൈസ് എന്ന് പറയുന്നത്. അതായത് ആവറേജ് കോസ്റ്റിനനുസരിച്ച്, ആവറേജ് റവന്യൂവിനനുസരിച്ചും ആവറേജ് കോസ്റ്റിനനുസരിച്ചും പ്രൈസ് ഫിക്സ് ചെയ്തിരിക്കുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഒരു ലെവലിലാണ് വരുന്നത്. അതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഒരു ലെവലിലാണ് വരുന്നത്. PCBA എന്ന് പറയുന്ന ഈ ഒരു ലെവലിലാണ് അതിന്റെ കോസ്റ്റ് നിൽക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് എന്തായിരിക്കണം? നമ്മൾ കോസ്റ്റ് കുറവും അതിനനുസരിച്ച് കോസ്റ്റ് എപ്പോഴും കുറവായിരിക്കണം, അല്ലെങ്കിൽ കോസ്റ്റിനേക്കാളും ഹൈ ലെവലിൽ പ്രൈസ് കൂട്ടിക്കൊണ്ട് വേണം. പ്രൈസ് കൂട്ടിയെങ്കിൽ മാത്രമേ പ്രോഫിറ്റ് അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ആവറേജ് കോസ്റ്റ് കർവ് എവിടെയാണ്? ആവറേജ് റവന്യൂ കർവിനേക്കാളും താഴെയാണ് വന്നിരിക്കുന്നത്. താഴെയാണ് കർവ് ചെയ്ത് പോകുന്നത്, താഴോട്ടാണ് വരുന്നത്. അപ്പോൾ ആവറേജ് റവന്യൂ ആണ് കൂടുതൽ നിൽക്കുന്നത്. പ്രൈസ് കൂടുതലും, ഇവിടെ പ്രൈസ് കൂടുതലും കോസ്റ്റ് കുറവുമാണ് വന്നിരിക്കുന്നത് ഈ ഒരു ലെവലിൽ. അതായത് ഈ ഒരു ലെവലിൽ നമ്മൾ നോക്കുമ്പോൾ എന്താണ്? കോസ്റ്റ് ഇവിടെ കുറവാണ്. കോസ്റ്റ് കുറവും പ്രൈസ് കൂടുതലുമാണ് വരുന്നത്. അപ്പോൾ പ്രൈസ് കൂടുതലും
കോസ്റ്റ് കുറവെന്ന് പറയുമ്പോൾ മാക്സിമം പ്രോഫിറ്റ് അറ്റൈൻ ചെയ്തൊരു സെക്ഷൻ എന്ന് ഇവിടെ വേണമെങ്കിൽ പറയാം. അതായത് AC കർവ് എന്ന് പറയുന്നത് ആവറേജ് റവന്യൂ കർവിൻ്റെ താഴെയായിട്ടാണ് വന്നിരിക്കുന്നത്, താഴെയാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ആവറേജ് കോസ്റ്റ് കർവ് കുറവും പ്രൈസ് കൂടുതലുമാണ്. അപ്പം സ്വാഭാവികമായിട്ട് പ്രോഫിറ്റ് കൂടുതലാണ്, പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഷോർട്ട് റൺ ഇക്വിലിബ്രിയത്തിൽ അപ്പോൾ ഈ ഒരു കാര്യത്തിൽ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിൽ ഷോർട്ട് റണ്ണിലും ലോങ് റണ്ണിലും ഒരേ രീതിയിലല്ല പ്രോഫിറ്റ് അറ്റൈൻ ചെയ്യുന്നത്. അതായത് ലോങ് റണ്ണിലേക്ക് വരുമ്പോൾ അവിടെ ലോസ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താണ്, ഒരുപാട് സെല്ലേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു, ഒരുപാട് സെല്ലേഴ്സും ഒരുപാട് ബയേഴ്സും ഉണ്ട്. ആർക്ക് വേണമെങ്കിലും അങ്ങോട്ട് എൻട്രി ചെയ്യാനായിട്ടുള്ള ഫ്രീഡം ഉണ്ട്. ആർക്ക് വേണമെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാനോ ആ ഒരു മാർക്കറ്റിലേക്ക് കടക്കാനോ ഉള്ള സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് തന്നെ അവിടെ കോമ്പറ്റീഷൻ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ലോങ് റണ്ണിൽ നോക്കുമ്പോൾ ലോങ് റൺ പീരീഡിൽ ഒരു പ്രൊഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്, ഒരു മാർക്കറ്റിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ വരാം. വേറെയും ആളുകൾ ചിലപ്പോൾ പ്രൊഡ്യൂസ് ചെയ്ത് അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഐഡിയാസ് കൊണ്ടുവന്നുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിലവിലുള്ള ആളുകളുടെ സാധനങ്ങൾക്ക് ഡിമാൻഡ് കുറയുകയും അതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവിടെ ഒരു ലോസ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ലോങ് റൺ പീരീഡിൽ ലോങ് റൺ ഇക്വിലിബ്രിയം പറയുമ്പോൾ ലോങ് റൺ പീരീഡിൽ ലോസ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഷോർട്ട് റൺ പീരീഡിൽ എന്ന് പറഞ്ഞാൽ ലോങ് റണ്ണിനേക്കാളും കൂടുതൽ പ്രോഫിറ്റ് അറ്റൈൻ ചെയ്യാൻ സാധിക്കും. ഇവിടെ കോസ്റ്റ് കുറവും പ്രോഫിറ്റ് കൂടുതലുമായിരിക്കും. ഇത് നോർമൽ പ്രോഫിറ്റിൻ്റെ ഒരു കർവാണ്. ഇനി ലോങ് റൺ പ്രോഫിറ്റ് കർവ് അല്ലെങ്കിൽ ലോങ് റൺ ഇക്വിലിബ്രിയത്തിലെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എങ്ങനെ വരുന്നത് നോക്കാം. ലോങ് റൺ ഇക്വിലിബ്രിയത്തിലെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്? എക്സ് ആക്സിസിൽ ഔട്ട്പുട്ട്, വൈ ആക്സിസിൽ AC, MC, AR, MR കർവ്സ് ഉണ്ട്. ഇനി MC കർവ് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്നത് ഏത് പോയിന്റിലാണെന്നാണ് നമ്മൾ പറഞ്ഞത്? MC കർവ് MR കർവിനെ അടിയിൽ നിന്ന് കട്ട് ചെയ്ത് പോകുമ്പോൾ. ഇനി ഇവിടെ നോക്കി, നമ്മൾ ഇതിനു മുന്നേ കണ്ട AC കർവ് എന്ന് പറയുന്നത് എവിടെയായിരുന്നു? AC കർവ് എന്ന് പറയുന്നത് AR കർവിൻ്റെയും MR കർവിൻ്റെയും AR കർവിൻ്റെയും ഇടയിലായിട്ട് അല്ലെങ്കിൽ സെൻറ്ററിലായിട്ടായിരുന്നു ആവറേജ് കോസ്റ്റ് കർവ് വന്നിരിക്കുന്നത്. എന്നാൽ ലോങ് റൺ പീരീഡിലേക്ക്, ലോങ് റൺ ഇക്വിലിബ്രിയത്തിലേക്ക് വരുമ്പോൾ ആവറേജ് കോസ്റ്റ് കർവ് എവിടെയാണ് വന്നേക്കുന്നത്? ആവറേജ് കോസ്റ്റ് കർവ് ആവറേജ് റവന്യൂ കർവിനേക്കാളും MR കർവിനേക്കാളും മുകളിലാണ് നിൽക്കുന്നത്. അതായത് കോസ്റ്റ് കൂടുതലാണ് നിൽക്കുന്നത്. കോസ്റ്റ് കൂടുതലായിട്ട് നിൽക്കുന്ന ഒരു കർവാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് ഈ ഒരു ലെവലിലാണ് AC കർവ് വരുന്നത്. അപ്പോൾ ഈ ഒരു ലെവലിൽ എന്താണ്? ഈ ഒരു ലെവലിൽ ഇത്രയും പ്രൈസ്, ഇവിടെ പ്രൈസ് ഇത്രയും വരുമ്പോഴും ഇതിൻ്റെ കോസ്റ്റ് കൂടുതലായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ലോങ് റൺ ഇക്വിലിബ്രിയത്തിൽ കാണുന്നത്. കോസ്റ്റ് കൂടുതലും പ്രൈസ് കുറവുമാണ് വരുന്നത്. അതായത് ഈ ഒരു പ്രൈസ് ലെവലിൽ വരുമ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഹൈ ആയിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ ഈ ഒരു ലെവലിൽ നമ്മൾ നോക്കുമ്പോൾ എന്താണ്, ഇവിടെ പ്രൈസ് ഇത്രയേ ഉള്ളൂ, പ്രൈസ് കുറവാണ്. പക്ഷേ എങ്കിൽ കോസ്റ്റ് നോക്കിയാലോ, കോസ്റ്റ് ഇവിടെ വരെയാണ് വരുന്നത്. ഈ ഒരു പോയിന്റിലാണ് ആവറേജ് കോസ്റ്റ് കർവ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റ് നമ്മൾ നോക്കുമ്പോൾ എന്താണ്, ആവറേജ് കോസ്റ്റ് കർവ് എന്ന് പറയുന്നത് മുകളിലായിട്ടാണ് നിൽക്കുന്നത്. പ്രൈസ് കുറവും, ഈ ഒരു പോയിന്റിൽ പ്രൈസ് കുറവും കോസ്റ്റ് കൂടുതലുമാണ് നിൽക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ലോസ് ആണ് സംഭവിക്കുന്നത്. അതായത് ലോങ് റണ്ണിൽ നമ്മൾ പറഞ്ഞിരുന്നു ഒരുപാട് സെല്ലേഴ്സ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഒരുപാട് സെല്ലേഴ്സ് വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ ഒരു ലോസ് സംഭവിക്കാനുള്ള സാധ്യത എവിടെയുണ്ട്? ലോങ് റണ്ണിൽ ഉണ്ട്. അപ്പോൾ ലോങ് റൺ ഇക്വിലിബ്രിയത്തിലെ ഗ്രാഫിൽ ആവറേജ് കോസ്റ്റ് കർവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. പ്രൈസിനേക്കാൾ കൂടുതൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ലോസ് ഉണ്ട്. അതുകൊണ്ട് ഇതൊരു ലോസ് കർവ് എന്ന് പറയാം. ഇതാണ് ലോങ് റൺ ഇക്വിലിബ്രിയത്തിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഇത്രയാണ് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷന്റെ
കാര്യങ്ങൾ എന്ന് പറയുന്നത് ഷോർട്ട് റൺ ലെവലിലും ലോങ് റൺ ലെവലിലും വരുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ അല്ലെങ്കിൽ മൊണോപ്പൊളിയും പെർഫെക്റ്റ് കോമ്പറ്റീഷനും കൂടി മിക്സ് ചെയ്ത് വരുന്ന ഒരു മാർക്കറ്റാണ് മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ മാർക്കറ്റ് എന്ന് പറയുന്നത്. ആ ഒരു മാർക്കറ്റിന്റെ പ്രത്യേകതകളെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ രണ്ട് കാര്യങ്ങളുടെ, അതായത് പെർഫെക്റ്റ് കോമ്പറ്റീഷനുള്ളതും മൊണോപ്പൊളിയിലുള്ളതുമായ രണ്ട് പ്രത്യേകതകളും കൂടി ഇൻക്ലൂഡ് ചെയ്തു വരുന്ന ഒരു ഭാഗമാണ് ഇതെന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. അതിൽ ഷോർട്ട് റണ്ണിലെ പ്രോഫിറ്റ് എങ്ങനെയാണ് വരുന്നത് നമ്മൾ പറഞ്ഞു, ലോങ് റണ്ണിലെ പ്രോഫിറ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞു. ഷോർട്ട് റണ്ണിൽ ഈ ഒരു കാര്യത്തിൽ പറയുമ്പോൾ ഷോർട്ട് റണ്ണിൽ എപ്പോഴും പ്രോഫിറ്റ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് അറ്റൈൻ ചെയ്യാൻ സാധിക്കും. എന്നാൽ ലോങ് റണ്ണിൽ അത്രയ്ക്ക് സാധിക്കുന്നില്ല. കാരണം ഒരുപാട് സെല്ലേഴ്സ് വരുന്നത് കൊണ്ട് തന്നെ കോമ്പറ്റീഷൻ ഉണ്ടാവാം, അവിടെ ലോസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ലോങ് റണ്ണിലേക്ക് വരുമ്പോൾ ലോസ് ആണ് സംഭവിക്കുന്നത്. പിന്നെ ഒരു സാധാരണ ലെവലിൽ ഉള്ള പ്രോഫിറ്റും അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കും. സാധാരണ ലെവലിലുള്ള പ്രോഫിറ്റ് ആണ് നോർമൽ പ്രോഫിറ്റ് അറ്റൈൻ ചെയ്യുന്ന ഗ്രാഫായിരുന്നു ഇത്. ഇത്രയും കാര്യങ്ങളാണ് മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിൽ വരുന്നത്. പറയാൻ പോകുന്നത് മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷനെ കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. ഈ മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിലെ മറ്റൊരു ഭാഗത്തേക്ക് നമ്മൾ പോവാണ്. എക്സസ് കപ്പാസിറ്റിയെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. നമ്മൾ മൊണോപ്പൊളിയെ കുറിച്ചും മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷനെ കുറിച്ചും ഒരു നോൺ പെർഫെക്റ്റ് ആയിട്ടുള്ള കോമ്പറ്റീഷന്റെ മാർക്കറ്റ് ലെവലിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അതിൽ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിന്റെ പ്രോഫിറ്റ് എങ്ങനെയാണ്, നോർമൽ പ്രോഫിറ്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ലോങ് റണ്ണിൽ എങ്ങനെയാണ് പ്രോഫിറ്റ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പോയിരുന്നു. എന്തായിരുന്നു മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ? എന്തായിരുന്നു? മൊണോപ്പൊളിയും പെർഫെക്റ്റ് കോമ്പറ്റീഷനും കൂടി വരുന്ന ഒരു മാർക്കറ്റാണ് മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതിന്റെ എക്സാമ്പിൾ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇനി അടുത്തൊരു ഭാഗമാണ് എക്സസ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇനി എന്താണ് എക്സസ് കപ്പാസിറ്റി എന്ന് നോക്കാം. എക്സസ് കപ്പാസിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷന്റെ ഉള്ളിൽ വരുന്ന കാര്യമാണ്, അല്ലെങ്കിൽ മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിൽ ലോങ് റണ്ണിലെ പ്രോസസ്സിൽ വരുന്ന ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിൽ കാണുന്ന ഒരു പാർട്ടാണ് എക്സസ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇനി എക്സസ് കപ്പാസിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ, അതായത് മാക്സിമം കോസ്റ്റ് കുറച്ചുകൊണ്ട് മാക്സിമം പ്രോഫിറ്റ് അറ്റൈൻ ചെയ്യാനാണ് ഓരോ പ്രൊഡക്ഷനിലും നോക്കുന്നത്. അപ്പോൾ നമ്മൾ മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷന്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു ലോങ് റണ്ണിൽ ലോസ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. കാരണം കൂടുതൽ, അതായത് ലോങ് റൺ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ദീർഘനാളത്തേക്കുള്ള ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സാണ്. അപ്പോൾ അവിടെ വേറെയും ചില ഫെയിംസ് ഇൻക്ലൂഡ് ചെയ്ത് വരാനായിട്ട്, അല്ലെങ്കിൽ വേറെയും ഫെയിംസ് വരുമ്പോൾ അവിടെ ഒരുപാട് കോമ്പറ്റീഷൻസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലോസ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ നമ്മൾ ലോങ് റണ്ണിന്റെ കാര്യത്തിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സിൽ ഈ പറയുന്ന ഒരു ആക്ച്വൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ കോസ്റ്റ് കുറച്ചുകൊണ്ട് പ്രോഫിറ്റ് അറ്റൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ മാക്സിമം എത്രമാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ എത്രമാത്രം കോസ്റ്റ് കൊണ്ട് നമ്മൾ എത്രമാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ കുറിച്ച്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് വരുമ്പോൾ ഒരു മാക്സിമം പ്രൊഡക്ഷന്റെ ഒരു കപ്പാസിറ്റി എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇതൊക്കെ മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിലൂടെയാണ് എക്സസ് കപ്പാസിറ്റി റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. എക്സസ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഐഡിയൽ ആൻഡ് ആക്ച്വൽ കോസ്റ്റ് തമ്മിലുള്ളൊരു ഡിഫറൻസ് ആണ്, അല്ലെങ്കിൽ അത് തമ്മിൽ കൂട്ടുന്ന ഒരു കോസ്റ്റ് ആണ്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ആണ് എന്ത് എക്സസ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഐഡിയൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഐഡിയൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐഡിയൽ എന്ന് പറഞ്ഞാൽ മിനിമം കോസ്റ്റ് വെച്ചുകൊണ്ട്, മിനിമം കോസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന മാക്സിമം പ്രൊഡക്ഷൻ ലെവലിനെയാണ് ഐഡിയൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. എന്നാൽ ആക്ച്വൽ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മാക്സിമം ആ ഒരു പ്രൊഡ്യൂസർ ഒരു പ്രൊഡക്ഷൻ നടത്തുമ്പോൾ എത്രമാത്രം കോസ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് എത്രമാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ആക്ച്വൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇവ തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് എന്ത് എക്സസ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഇതാണ് എക്സസ് കപ്പാസിറ്റിയുടെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ലോങ് റണ്ണിൽ മിനിമം കോസ്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കോസ്റ്റിനേക്കാളും
അതിന്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഒരു ഇക്വിലിബ്രിയം പോയിന്റിലാണ് മാക്സിമം ഔട്ട്പുട്ട് അറ്റൈൻ ചെയ്യുന്നത്. അതായത് ഈ ഒരു മിനിമം പോയിന്റിന് ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഒരു പോയിന്റിലാണ് ലോങ് റണ്ണിൽ ഇക്വിലിബ്രിയം പോയിന്റ് വരുന്നത് എന്നാണ് പറയുന്നത്. ഇത് ഈ ഒരു കർവ് സൂചിപ്പിക്കുന്നത് LAC, അതായത് ലോങ് റൺ ആവറേജ് കോസ്റ്റിനെയാണ്. നമ്മൾ എക്സ് ആക്സിസിൽ ഔട്ട്പുട്ടും വൈ ആക്സിസിൽ ലോങ് റൺ ആവറേജ് കോസ്റ്റും ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റുമാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ എക്സസ് കപ്പാസിറ്റിയുടെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിൽ പ്രധാനമായിട്ടും ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് 2 സ്റ്റേജ് ഉണ്ട് എന്നുള്ളതാണ്. ഇതാണ് ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇതാണ് അതിന്റെ രണ്ടാമത്തെ സ്റ്റേജ്. ആദ്യത്തെ സ്റ്റേജിൽ മാക്സിമം ലോങ് റൺ ആവറേജ് കോസ്റ്റിൽ നമ്മൾ കാണാം ഈ ഒരു കർവ് സൂചിപ്പിക്കുന്നത്, ഈ ഒരു കർവിലൂടെ ഈ ഒരു പോയിന്റിൽ ഡിമാൻഡ് കർവും ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കർവും കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിലാണ് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് ഒരു മാക്സിമം പ്രൊഡക്ഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ ഒപ്റ്റിമം പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഐഡിയൽ പ്രൊഡക്ഷൻ നടക്കുന്ന ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റേജ് ആണ്. അവിടെ നമ്മൾ EP എന്ന് പറഞ്ഞ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അടുത്തൊരു സ്റ്റേജ് എന്ന് പറയുന്നത് ആക്ച്വൽ ആയിട്ട് അല്ലെങ്കിൽ മൊത്തത്തിൽ ആ ഒരു ലെവലിൽ എത്ര മാത്രമാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ലെവലാണ് ഈ ഒരു M എന്ന് പറയുന്ന പോയിന്റിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇത് രണ്ടുമാണ് ആദ്യത്തെ ഒരു സ്റ്റേജിൽ വരുന്ന പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞ് ഇതിന്റെ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു പോയിന്റിൽ EC എന്ന് പറയുന്ന ഇക്വിലിബ്രിയം പോയിന്റിലാണ് ഐഡിയൽ ആയിട്ടുള്ള പ്രൊഡക്ഷൻ അറ്റൈൻ ചെയ്യുന്ന ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. ഇതാണ് ഇതിന്റെ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി ഒരു പ്രൊഡക്ഷൻ നടത്തുമ്പോൾ ആ ഒരു ഫെയിമിന്റെ മൊത്തത്തിലുള്ള ഒരു ടോട്ടൽ ഔട്ട്പുട്ട് ആണല്ലോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് നോക്കുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ലെവൽ ഓഫ് പ്രൊഡക്ഷൻ നോക്കിക്കഴിയുമ്പോൾ ഈ 2 സ്റ്റേജും കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് അതിന്റെ ടോട്ടൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് ഒക്കെ പറയുന്നത്. അപ്പോൾ എക്സസ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു 2 സ്റ്റേജും കൂടി കാൽക്കുലേറ്റ് ചെയ്ത് വരുന്നതാണ് എക്സസ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേജും രണ്ടാമത്തെ സ്റ്റേജും കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്തിട്ടാണ് ഫൈനലായിട്ട് അതിന്റെ എക്സസ് കപ്പാസിറ്റി നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇതാണ്. അതിൽ ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവിൽ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കർവ് കട്ട് ചെയ്ത് പോയിരിക്കുന്നു. ഇവിടെ ഒരു ഡിമാൻഡ് കർവ് നമുക്ക് കാണാം. ഈ ഒരു ഡിമാൻഡ് കർവും ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കർവും കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിനെ ഇക്വിലിബ്രിയം പോയിന്റ് ആയിട്ട് പറയുന്നു. അതായത് ഈ പോയിന്റ് ആണ് ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. ഇതിൽ എക്സസ് കപ്പാസിറ്റി, ഈ ഒരു സ്റ്റേജിന്റെ എക്സസ് കപ്പാസിറ്റി എന്ന് പറയുന്നത് QM മൈനസ് QP ആണ്. അതായത് ആക്ച്വൽ എക്സസ് കപ്പാസിറ്റി നമ്മൾ പറഞ്ഞിരുന്നു ആക്ച്വൽ പ്രൊഡക്ഷന് മൈനസ് ആക്ച്വൽ കോസ്റ്റ് മൈനസ് ഐഡിയൽ കോസ്റ്റ് ആണ് നമ്മൾ പറഞ്ഞിരുന്നു. അതായത് മിനിമം കോസ്റ്റിൽ അറ്റൈൻ ചെയ്യുന്ന പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്, അതായത് QM ആണ്. ഐഡിയൽ ഒപ്റ്റിമം അല്ലെങ്കിൽ ഐഡിയൽ ഓർ ഒപ്റ്റിമം പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു QP പോയിന്റിലാണ് അല്ലെങ്കിൽ ഈ ഒരു ഇക്വിലിബ്രിയം പോയിന്റിലാണ് മിനിമം കോസ്റ്റിൽ എത്രമാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് തമ്മിലുള്ളൊരു ഡിഫറൻസ് ആണ് ഈ ഒരു ഫസ്റ്റ് സ്റ്റേജിലെ എക്സസ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് EC ഈക്വൽ ടു QM മൈനസ് QP എന്ന് വന്നിരിക്കുന്നത്. ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഇതാണ് സെക്കൻഡ് സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് സെക്കൻഡ് സ്റ്റേജിൽ എന്താണ് EC ഈക്വൽ ടു QC മൈനസ് QM. അതായത് EC ഈക്വൽ ടു QC മൈനസ് QM ആണ്. അതായത് ഈ സ്റ്റേജിൽ നിന്നും ഈ ഒരു ആക്ച്വൽ ലെവലിലെ പോയിന്റ് മൈനസ് ചെയ്യുന്നതാണ് രണ്ടാമത്തെ സ്റ്റേജിലെ എക്സസ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇനി ഈ ഒരു പ്രൊഡക്ഷന്റെ അല്ലെങ്കിൽ ഫെയിമിന്റെ ടോട്ടൽ പ്രൊഡക്ഷൻ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ടോട്ടൽ എക്സസ് കപ്പാസിറ്റി കാണിക്കുന്നത് ഇവ രണ്ടും കൂടി ആഡ് ചെയ്തിട്ടാണ്. അപ്പൊ 2 കപ്പാസിറ്റിയും കൂടി ആഡ് ചെയ്തിട്ടാണ് ടോട്ടൽ കപ്പാസിറ്റി വരുന്നത്. അതായത് QC മൈനസ് QP, QC തൊട്ട് QP വരെയുള്ള ടേംസ് എടുത്തിട്ടാണ് ഇതിന്റെ ടോട്ടൽ എക്സസ് കപ്പാസിറ്റി
ഈ രണ്ട് സ്റ്റേജിനോട് കൂടി ആഡ് ചെയ്തിട്ട് വരുന്നതാണ് ഇതിന്റെ ഒരു ഫ്രെയിമിന്റെ പ്രൊഡക്ഷന്റെ ടോട്ടൽ എക്സസ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇതാണ് ഇതിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്.